ഹായ് ഹലോ, അൺമീ ദ ഡ്രീം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ ചെറിയ ഉള്ളിയുടെ ഇല വെച്ചിട്ട് നമുക്കൊരു തോരൻ വെച്ച് നോക്കാം. ഈ 2 ചട്ടികളിൽ നട്ട് വെച്ചിരിക്കുന്ന ഉള്ളിയിലയാണ് നമുക്ക് വിളവെടുക്കാനുള്ളത്. ഇന്നലെ പെയ്ത മഴയുടെ ഒരു ചെറിയ ക്ഷീണം നമ്മുടെ ഉള്ളിത്തണ്ടിൽ കാണാനായിട്ടുണ്ട്. കൃഷി ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് മണ്ണും അതേപോലെ ചാണകപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മുളച്ച് വന്ന ചെറിയ ഉള്ളി അതിലേക്കൊന്ന് നട്ട് വെച്ചാൽ മതി. കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഇതേപോലെ ഉള്ളിത്തണ്ട് ചെറുതായിട്ട് മുളച്ച് വരും. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് നമുക്കൊരു തോരനും വെക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാനും നമ്മുടെ ഉള്ളിയില ബെസ്റ്റാണ്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ നമുക്ക് വാടിയതും തണ്ടഴുകിയതുമായിട്ടുള്ള കുറച്ച് തണ്ടുകളുണ്ട്. അത് നമുക്ക് താഴെ പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് അന്നേരം പാചകത്തിലേക്ക് പോയാലോ? ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അഴുകിയതും അതേപോലെ തണ്ട് വാടിയതുമെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് വെള്ളം തോരാനായിട്ട് വെക്കാം. ഇതേപോലെ ചെറുതായിട്ട് വേണം നമ്മുടെ ഉള്ളിയില അരിഞ്ഞെടുക്കാനായിട്ട്. ആ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ സഹായത്തിന് അമ്മയുണ്ട്. അമ്മ അത് ചെറുതായിട്ട് എനിക്ക് അരിഞ്ഞു തരുന്നുണ്ട്. ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. കൂട്ടുകാരുടെ വീട്ടിൽ ഇതേപോലെ സ്പെഷ്യലായിട്ട് ഉള്ളിയിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രം ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് എന്തൊക്കെയാ ചേരുവകൾ വേണ്ടതെന്ന് നോക്കിയാലോ. ഒരു പാത്രം നമ്മുടെ ഉള്ളിയില അരിഞ്ഞത്, അതിലേക്ക് കുറച്ച് ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിന് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും. നമുക്കൊരു ജാറെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും. ജീരകം ഞാൻ ഓപ്ഷനിലാണ്. വീട്ടിൽ ജീരകവും കൂടെ ആഡ് ചെയ്ത് വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ജീരകവും കൂടെ ആഡ് ചെയ്തിട്ട് ഒരുപാട് അരഞ്ഞു പോകണ്ട. ഈ ഒരു പാകത്തിന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് മണികളിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഉള്ളിയിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് തട്ടണ്ട, കുറേശ്ശെയായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയില കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ഉള്ളി ഇലയുടെ. നമ്മളതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്തില്ല. നമ്മുടെ ഉള്ളി ഇലയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് ഒത്തിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി വച്ച് കൊടുത്തതിന് ശേഷം അരച്ച് വെച്ച് അരപ്പും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് സവാള ആഡ് ചെയ്യുന്നില്ല. ഉള്ളിയില ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. സവാളയുടെ ഫ്ലേവറും കൂടെ വേണമെന്നുള്ളവർക്ക് നമുക്കതും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് വെള്ളമൊക്കെ തോന്ന് ഈ ഒരു പാകമായിട്ടുണ്ട്.
ഇനി നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.